നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മൽ, മൈത്ര ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവിയാണ്. പലപ്പോഴും നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഡോക്ടർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ബ്ലോക്കുണ്ട്, പക്ഷേ വളരെയധികം കാൽഷ്യം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റിയില്ല, ബൈപ്പാസ് വേണ്ടി വരും എന്നൊക്കെ. അപ്പോൾ ഈ കാൽസ്യം ഉള്ള ബ്ലോക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണത്, എങ്ങനെയാണത് രോഗിയുടെ ഔട്ട്കമ്മിനെ ബാധിക്കുന്നത് എന്നുള്ളത് നോക്കാം. നോർമലി പ്രായമാകുമ്പോൾ ധമനികളുടെ ആർട്ടറികളുടെ ഭിത്തിയിൽ കാൽഷ്യം അടിയാറുണ്ട്. അതൊരു ഫിസിയോളജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്, എല്ലാവർക്കും ഉണ്ടാകാം, അതൊരു അസുഖമല്ല. പക്ഷേ പലപ്പോഴും അത് ധമനിയുടെ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള ബ്ലോക്കിലേക്കോ അതുപോലെ തന്നെ കാൽഷ്യം ഉള്ളിലേക്ക് വളരുകയാണെങ്കിൽ അത് രക്തോട്ടത്തിനെ അത് ബാധിക്കാം. അതുമാത്രമല്ല, പലപ്പോഴും ആ ബ്ലോക്ക് നീക്കേണ്ട ഒരു ചികിത്സയായ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ബലൂൺ അഥവാ സ്റ്റെൻറ്റ് അവിടേക്ക് അഡ്വാൻസ് ചെയ്യാനും വികസിപ്പിക്കാനും ഒക്കെ തടസ്സമുണ്ടാവും. ടെക്നിക്കലി അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ദുഷ്കരവും ചലഞ്ചിങ്ങുമാവും. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കൊറോണറി ഇമേജിങ്ങിൻ്റെ നൂതന സാങ്കേതിക വിദ്യയുള്ള സർജിക്കൽ ബാക്കപ്പുള്ള സെൻറ്ററുകൾ ചൂസ് ചെയ്യുക. 2, ബ്ലോക്കിനെ അല്ലെങ്കിൽ കാൽഷ്യത്തിന് കൃത്യമായി എത്രയുണ്ട്, അതെവിടെയാണ്, അത് ഈ സ്റ്റെൻറ്റുമായി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യും, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ഇതിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ, എത്രത്തോളം നല്ല റിസൾട്ട് ഉണ്ടാകാം എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രവാസ്കുലർ അൾട്രാസൗണ്ട് അഥവാ IVS അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാഫി അല്ലെങ്കിൽ OCT, ഈ 2 നൂതനമായ കൊറോണറി ഇമേജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. 3-മത്തേത് കാൽഷ്യം അബ്ലേഷൻ തെറാപ്പി, അതായത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബലൂൺ ചെയ്ത് സ്റ്റെൻറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടി കാൽഷ്യത്തിനെ പൊടിക്കുകയും പൾവറൈസിങ് ചെയ്യാനുള്ള പല മെത്തേഡുകളെയാണ് കളക്റ്റീവ്ലി നമ്മൾ ഈ കാൽഷ്യം അബ്ലേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതും ഏറ്റവും നേരത്തെ നമ്മൾ ചെയ്തു പോരുന്നതുമായ ഒരു ചികിത്സയാണ് റോട്ടബ്ലേഷൻ അഥവാ റൊട്ടേഷണൽ അത്തറക്ടമി എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോട്ടബ്ലേഷൻ എന്ന് പറയുന്ന കാത്തറ്റർ നമ്മൾ രക്തക്കുഴലിൽ ബ്ലോക്കിൻ്റെ ഭാഗത്തേക്ക് അഡ്വാൻസ് ചെയ്യുന്നു. ഈ കാത്തറ്ററിൻ്റെ ടിപ്പിൽ ഡയമണ്ടിൻ്റെ ചിപ്പുകളുണ്ട്. അപ്പോൾ ഡയമണ്ട് വളരെ ഹാർഡാണ്, അതിനെ മാത്രമേ ഈ കാൽഷ്യത്തിന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ ഹൈ സ്പീഡിൽ റൊട്ടേഷൻ ചെയ്തിട്ട് ഈ ബ്ലോക്കിലേക്ക് അഡ്വാൻസ് ചെയ്യുകയും അപ്പോൾ ലിറ്ററലി നമ്മൾ ആ ബ്ലോക്കിൻ്റെ കാൽഷ്യത്തിനെ ചുരണ്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചുരണ്ടി മാറ്റുമ്പോൾ ആ ഗ്യാപ്പിലൂടെ പിന്നെ നമുക്ക് ബലൂണും അതുപോലെ ലിത്തോട്രിപ്റ്റർ ബലൂണും ഒക്കെ അഡ്വാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ കാൽഷ്യം അബ്ലേഷൻ തെറാപ്പിയിൽ എന്തൊക്കെയാണുള്ളത്? മറ്റൊരു നൂതനമായ സംവിധാനമാണ് ഓർബിറ്റൽ അത്തറക്ടമി. ഇതിന് സമാനമായ പക്ഷേ 360 ഡിഗ്രിയിൽ അതിനെ കാൽഷ്യത്തിനെ കട്ട് ചെയ്യാൻ കഴിവുള്ള മെഷീനാണ്. അതും ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. 3-മത്തെ ടെക്നോളജിയാണ് കട്ടിംഗ് ബലൂൺ അഥവാ സ്കോറിംഗ് ബലൂൺ. വിവിധ തരം ബലൂണുകൾ, ഇത് നമുക്ക് കാൽഷ്യത്തിന് ആക്ച്വലി ക്രാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. ഈ ചികിത്സാ രീതിയിൽ ഏറ്റവും പുതുതായിട്ടുള്ള ചികിത്സയാണ് ഇൻട്രവാസ്കുലർ ലിത്തോട്രിപ്സി ഓർ IVL. ഇത് ആക്ച്വലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കിഡ്നിയുടെ കല്ല് ഷോക്ക് വേവ് വെച്ചിട്ട് നമ്മൾ പിന്നെ പൊട്ടിക്കുന്നത്. അപ്പോൾ അതേ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അത് ഇൻട്രവാസ്കുലറിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ബലൂണിലൂടെയാണ് ഈ ഷോക്ക് വേവ് കടത്തിവിടുന്നത്. അപ്പോൾ കാൽഷ്യം അടങ്ങിയ ബ്ലോക്കിൻ്റെ അടുത്തേക്ക് ബലൂൺ അഡ്വാൻസ് ചെയ്തതിന് ശേഷം പുറത്തുള്ളൊരു മെഷീനിലൂടെ ഷോക്ക് വേവുകൾ, ഷോക്ക് തരംഗങ്ങൾ ഈ കാൽഷ്യത്തിലേക്ക് കടത്തിവിടുകയാണ്. അപ്പോൾ കാൽഷ്യം പാളികളിൽ ബ്രേക്ക് ഉണ്ടായി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതുപോലെ അതിനെ പൾവറൈസ് ചെയ്ത് അതിനെ പൊടിയാക്കി കുറച്ചുകൂടെ നമുക്ക് ബലൂൺ കൊണ്ട് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റിയ രൂപത്തിലേക്ക് ആക്കുന്നു. അതാണ് കാൽഷ്യം അബ്ലേഷൻ തെറാപ്പി. അതിനുശേഷം ബലൂൺ ഡയലേറ്റ് ചെയ്ത് സ്റ്റെൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ കാലം നിലനിൽക്കുന്ന ആൻജിയോഗ്രാഫിക് റിസൾട്ട് ആൻജിയോപ്ലാസ്റ്റിക്ക് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് വളരെ സാധാരണമായി പലപ്പോഴും ഈ ടൈപ്പ് കാൽഷ്യം അബ്ലേഷൻ മെത്തേഡ്സ് നമ്മൾ കമ്പൈൻ ചെയ്യാറുണ്ട്, ഒന്നിച്ച് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ റോട്ടബ്ലേഷൻ ചെയ്തിട്ടായിരിക്കും ആദ്യം ബലൂണിനും വയറിനും ഒക്കെ എൻട്രിക്ക് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം റോട്ടബ്ലേഷൻ ചെയ്യും, ഇത്തിരി കാൽഷ്യം പൊടിച്ചു മാറ്റും, അത് കഴിഞ്ഞ് വലിയ ബലൂൺ ഇട്ടിട്ട് ലിത്തോട്രിപ്സി വഴി ഷോക്ക് വേവ് കൊടുത്തിട്ട് ആ കാൽഷ്യത്തിനെ പൊട്ടിച്ച് പൾവറൈസ് ചെയ്ത്
സ്റ്റെൻറ്റ് ഇടാനുള്ള പാകത്തിലാക്കും. അതിനുശേഷം സ്റ്റെൻറ്റിങ് പ്രക്രിയ പൂർത്തിയാക്കും. അപ്പോൾ ഈ ടെക്നിക്കൽ അഡ്വാൻസസ് ഒക്കെ വന്നതിന് ശേഷം ആൻജിയോപ്ലാസ്റ്റി ആക്ച്വലി കൂടുതൽ സങ്കീർണമായ ബ്ലോക്കുകളിലേക്ക് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പലപ്പോഴും ഈ കാൽഷ്യം കാരണം കൊണ്ട് രോഗികളെ ബൈപ്പാസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് വിധേയമാക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇത്തരം സാങ്കേതികയും വിദ്യയും അതുപോലെ തന്നെ ഇത്തരം ഇമേജിങ്ങിലുള്ള അഡ്വാൻസ്മെൻറ്റും ഒക്കെ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ രോഗികളിലേക്ക് കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകളിലേക്ക് ഓപ്പൺ ഹാർട്ട് ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് തന്നെ സുഖമാക്കാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു.